എസ്1 തോമസ് ഫാമിലി വെൽക്കം ബാക്ക്. അപ്പൊ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമായിരിക്കും അല്ലേ ഇത്. അപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം തികയുന്നില്ല, അതുപോലെ തന്നെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ 2.5 മണിക്കൂർ തികയുന്നില്ല എന്നുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ടാവും അല്ലെ. പ്രോപ്പർ ആയിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പല ആൾക്കാരും ഒരുമിച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിരുന്ന് ഒരുമിച്ച് പഠിക്കുന്നവരുണ്ടാവും, ഒരേ കാര്യം ഒരേപോലെ പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെക്കാളും മാർക്ക് ഉണ്ടായിരിക്കും. അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ മാർക്ക് നേടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ എക്സാം ഹാളിലും ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ടൈം എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ്, ക്രൂഷ്യൽ ആണ്. നമ്മൾ കറക്റ്റായിട്ട് അത് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലെ. അപ്പൊ 2.5 മണിക്കൂർ നമുക്ക് 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും അടിപൊളിയായിട്ട് എഴുതണമെങ്കിൽ ആദ്യം നമ്മുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ആദ്യം നമ്മൾ എപ്പോഴും ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് ആണ്. അപ്പൊ പല ആൾക്കാരും നമ്മള് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും, നന്നായിട്ട് പഠിക്കും. പിന്നീട് ചാപ്റ്റേഴ്സ് കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ കുറയും, ഇൻട്രസ്റ്റ് കുറയും. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ഉള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കുറയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യരുത്. ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് അറിഞ്ഞിട്ട് വേണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് 8 ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ടേമിൽ വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. വെയിറ്റേജ് വളരെ കൂടിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസ്. ഫോർമേഷൻ ഓഫ് എ കമ്പനി, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസും ഇതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ വെയിറ്റേജ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാനായിട്ട്. അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ കോൺസെപ്റ്റ് നിങ്ങൾ ലേൺ ചെയ്യുന്ന സമയത്ത് ഓരോ കോൺസെപ്റ്റിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഈ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. 2 മാർക്ക് മുതൽ 5 മാർക്കിന് വരെ വരാനാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ചാൻസ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, 2 മാർക്കിന് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന രീതിക്കും 5 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് എഴുതാൻ പറ്റുന്ന രീതിക്കും നമ്മൾ അത് പ്രിപ്പയർ ചെയ്യണം അല്ലെ. 5 മാർക്കിന് വരെയാണ് ചോദിക്കാൻ ചാൻസ് എങ്കിൽ ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഓരോ കോൺസെപ്റ്റിൽ നിന്നും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും, ഓരോ കോൺസെപ്റ്റിൽ നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കമ്പാരിസൺ ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഈ ബിസിനസ് 2 മാർക്ക് മുതൽ 5 മാർക്ക് വരാം എന്നുള്ള അനുമാനത്തിൽ നമ്മൾ എപ്പോഴാണ് എത്തുന്നത്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ കോൺസെപ്റ്റിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എസ്എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്യുന്നത്. നമുക്ക് എക്സാമിന് മുമ്പുള്ള ഒരു ഡെമോ എക്സാം നമുക്ക് സ്വന്തമായിട്ട് നടത്താനായിട്ട് സാധിക്കും അല്ലെ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, അത് 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 2.5 മണിക്കൂറിനുള്ളിൽ നമ്മളൊന്ന് എഴുതി നോക്കുക. നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കിക്കുക, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് 5 മാർക്ക് മുതൽ 8 മാർക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 8 മാർക്കിന് എഴുതാനുള്ള രീതിക്ക് പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോൾ 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ 8 മാർക്കിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതാം. ഇപ്പൊ 2 മാർക്കിനാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഈ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ് ചോദിച്ചെങ്കിൽ വെറും 2 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി അല്ലെ. അല്ലെങ്കിൽ നമ്മളിപ്പം ഇങ്ങനെ ഒരു കോളമായിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. ബേസിസ് കൊടുക്കും, അതുപോലെ തന്നെ ഈ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. ഇപ്പൊ ബേസിസ് ഇവിടെ കൊടുത്തു, മോഡ് അല്ലെങ്കിൽ ഈസി ടു ഫോം അല്ലെ, ഈസി ടു ഫോം. അപ്പം ഈ ബിസിനസിനെ സംബന്ധിച്ച് ഈസി ആണ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങളിപ്പം 2 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, 5 മാർക്കിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിന് എഴുതുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ടൈം
കില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ടൈം ഇല്ലാതാക്കുന്ന കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്, ഒരു മിസ്റ്റേക്കാണ് നിങ്ങൾ വരുത്തുന്നത് അല്ലെ. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അതർവൈസ് നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ കിട്ടുന്നില്ല. 2 മാർക്കാണ് ഏറ്റവും ഹൈ മാർക്ക് എന്ന് പറയുന്നത്. 5 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് മാത്രം 5 പോയിന്റ്സ് എഴുതിയാൽ മതി. 4 മാർക്കിനാണ് ചോദിക്കുന്നെങ്കിൽ 4 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക അല്ലെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന് എന്താണ് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ 8 ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാം. ഓക്കെ, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എത്ര എണ്ണാണോ എഴുതേണ്ടത് അത് മാത്രം എഴുതാം. പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊന്നും അധികം ടൈം നിങ്ങൾ അവിടെ വേസ്റ്റ് ചെയ്യരുത്. അതുപോലെ 2 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസിനും 2 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അധിക സെന്റൻസിലേക്ക് പോകരുത്. 1 സെന്റൻസോ 2 സെന്റൻസോ മാത്രം എഴുതുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുക്കുക അല്ലെ. ലിസ്റ്റ് ഔട്ട് ദ സ്റ്റേജസ് ഓഫ് എ ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലെ. ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ സ്റ്റേജസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സ്റ്റേജസ് എഴുതാന്ന് മാത്രം എഴുതിയാൽ മതി. 4 സ്റ്റെപ്സ് ആണ് നമുക്കുള്ളത്. ആ 4 സ്റ്റെപ്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 2 മാർക്ക് അവിടെ കിട്ടും. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് 5 മാർക്കിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, 2 മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഈ ഒരു സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആ 4 സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് കൂടുതൽ പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ടതുണ്ട്. അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിക്കാം അല്ലെ. ഏത് ക്വസ്റ്റ്യൻ ആണ്? Bring out any 3 features of a company, ഗവൺമെന്റ് കമ്പനി. ഗവൺമെന്റ് കമ്പനിയുടെ 3 ഫീച്ചേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞപ്പോൾ 3 ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇവിടെ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നുണ്ട് 3 ഫീച്ചേഴ്സ്. അപ്പൊ 3 ഫീച്ചേഴ്സ് മാത്രം എഴുതി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്താണ്, ഫീച്ചേഴ്സ് എഴുതുക, എത്ര എണ്ണം എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ മാർക്കാണ് നോക്കേണ്ടത്. 3 മാർക്കാണെങ്കിൽ 3 പോയിന്റ്സ് ആണ്, 4 മാർക്കാണെങ്കിൽ 4 പോയിന്റ്സ് ആണ്. അതാണ് എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ തന്നെ നമുക്ക് ടൈം നന്നായിട്ട് അവിടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി? 4 മാർക്കിനാണ് വരുന്നത്. അപ്പൊ നമുക്ക് 3 ഇൻഡസ്ട്രീസ് ആണുള്ളത്. അത് ഒരു കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് തന്നെ എഴുതുക. ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എഴുതുക. ഓക്കെ, ഇൻഡസ്ട്രീന്റെ ക്വസ്റ്റ്യൻ 8 മാർക്കിന് വരുന്ന സമയത്ത് ഈ ഒരു 4 മാർക്കിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് പോരാ, കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് എ ബിസിനസ്, എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. മീനിങ്, നമ്മുടെ ബിസിനസിന്റെ മീനിങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 മാർക്ക് മാത്രമാണ് കിട്ടുക. അപ്പൊ നമുക്ക് വലിയൊരു എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. ചെറിയ രീതിയിൽ ബിസിനസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ 3 ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഇനി ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ മാർക്ക് നോക്കുക അല്ലെ. ഇവിടെ 2 മാർക്കാണ്. അതായത് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അല്ല, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 മാർക്കിന് നിങ്ങൾ ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്യുക. 3 ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പൊ 4 ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ 4 ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി എഴുതും. പിന്നെ വരുന്ന മാർക്ക് എന്ന് പറയുന്ന 1 മാർക്കേ ഉള്ളൂ. അപ്പൊ 1 മാർക്കിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ്, 2 മാർക്കിന് നമ്മൾ ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള 2 എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എഴുതാനും, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻസ് എഴുതാനും, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും, അതിന്റെ ക്ലോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വെച്ച് ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം അല്ലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പല ആൾക്കാരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5 മാർക്കിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 2 മാർക്കാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ എക്സാമിന്റെ ടൈമിൽ വേണ്ട ടിപ്സുകളും അതുപോലെ തന്നെ ടെക്നിക്സുകളും അല്ലെ, കോഡ് ഭാഷകളൊക്കെ ഉപയോഗിച്ച് കൊമേഴ്സ് പഠനം ഈസി ആക്കാൻ 1+1 യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.